ഒരിക്കൽ നിരീശ്വരവാദിയായി നടന്നിരുന്ന വ്യക്തി ഇന്ന് പാപ്പയെയും റോമൻ കൂരിയ അംഗങ്ങളെയും ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരു. വിശുദ്ധവാരത്തിന് മുന്നോടിയായി ലയോ 14 പാപ്പയും റോമൻ കൂരിയയിലെ അംഗങ്ങളും പങ്കെടുക്കുന്ന നോമ്പുകാല ധ്യാനം ഇപ്രാവശ്യം നയിക്കുന്നത് ഒരിക്കൽ നിരീശ്വരവാദിയായിരുന്ന പിന്നീട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച നോർവേയിൽ മെത്രാനായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഷ്യൻ സന്യാസിയായ ബിഷപ്പ് എറിക് വാർഡനാണ്. 1974 ജനിച്ച ബിഷപ്പ് എറിക് വാർഡൻ ജീവിതാനുഭവങ്ങളിലെ വ്യത്യസ്തതകൾ കൊണ്ട് ബിഷപ്പുമാരുടെ ഇടയിൽ ശ്രദ്ധേയനാണ്. നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹം പിന്നീട് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും സിസ്റ്റേഷ്യൻ സഭയിൽ സന്യാസിയായി ചേരുകയുമായിരുന്നു. ബ്രിട്ടനിലെ പഠനത്തിന് ശേഷം നോർവേയിലേക്ക് മടങ്ങിയ അദ്ദേഹം നിലവിൽ ട്രോഡ്ഹൈമിലെ ബിഷപ്പായി സേവനമനുഷ്ഠിക്കുകയാണ്. വിശുദ്ധ ബെർണാഡ് ഓഫ് ക്ലെയർവോയുടെ ജീവിതത്തെ ആസ്പദമാക്കി ക്രൈസ്തവ ജീവിതത്തിന്റെ ദാർശനികവും പ്രായോഗികവുമായ വശങ്ങൾ വിചിന്തനം ചെയ്തും തപസ്സുകാലത്തേക്കുള്ള പ്രവേശനം, ദൈവസഹായം, പ്രത്യാശയുടെ വെളിപ്പെടുത്തൽ തുടങ്ങിയവയിൽ 11ലധികം ധ്യാന പ്രസംഗങ്ങളും ബിഷപ്പ് എറിക് ഈ ദിവസങ്ങളിൽ നൽകും. ഇതോടൊപ്പം യാമപ്രാർത്ഥനകളും ദിവ്യകാരുണ്യ ആരാധനയും നടത്തും. ഫെബ്രുവരി 22 മുതൽ 27 വരെ വത്തിക്കാനിലെ അപ്പോസ്തോലിക് പാലസിലെ പോളിൻ ചാപ്പലിലാണ് ധ്യാനം നടക്കുക. റോമിൽ താമസിക്കുന്ന കർദിനാൾമാരും വിവിധ ഡിക്കാസ്ട്രികളുടെ തലവന്മാരും പാപ്പയോടൊപ്പം ധ്യാനത്തിൽ പങ്കുചേരും. ഇലുമിനേറ്റഡ് ബൈ ഹിഡൻ ഗ്ലോറി, മറഞ്ഞിരിക്കുന്ന മഹത്വത്താൽ പ്രകാശിതമെന്നതാണ് ഈ വർഷത്തെ ധ്യാനത്തിന്റെ പ്രമേയം.